അതെ, ഓണം ഇങ്ങ് അടുത്തെത്താറായി അല്ലേ? ഓണസദ്യയിൽ എത്ര വിഭവങ്ങൾ ഉണ്ടായാലും ഒരു ചെറിയ സ്പൂൺ പുളിയിഞ്ചി കൂടിയാലേ ആ സദ്യയുടെ രുചി പൂർണ്ണമാകൂ അല്ലേ? നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റമാണ് പുളിയിഞ്ചി. നല്ല പുളിയും മധുരവും എരിവും ഒത്തുചേർന്ന ആ രുചി കണ്ടാൽ തന്നെ കൊതി വരില്ലേ? അപ്പൊ നമുക്ക് ചടപടയും തുടങ്ങിയാലോ? ഇഞ്ചി നന്നായി കഴുകി വൃത്തിയായി ചെറിയ പീസസായി അരിഞ്ഞെടുത്തതിന് ശേഷം 2 പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകി പിഴിഞ്ഞ് അതിന്റെ കറ കളഞ്ഞിട്ട് ഡ്രൈ ചെയ്തെടുത്തതാണ്. ഇപ്പോ ഒരു പാൻ വെച്ച് കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ ചെറുതായി അരിഞ്ഞ ഇഞ്ചി കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. ഇനി ഇതിവിടെ ഫ്രൈ ആവട്ടെ. ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പൊ ദാ നമ്മുടെ ഇഞ്ചി പീസസ് എല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് അതൊന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 3, 4, 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ഇതുപോലെ തന്നെ നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പുളിയിഞ്ചി തയ്യാറാക്കാനായി ദാ ഒരു ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ദാ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളൻപുളി വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അടച്ചു വെക്കണം. നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് ശർക്കരപ്പാനി ചേർക്കാവുന്നതാണ്. ഇപ്പൊ ദാ നല്ലപോലെ തിളച്ച് വന്നു. ഈ സമയം 1/2 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള ശർക്കരപ്പാനി ഞാൻ ചേർത്ത് കൊടുക്കുന്നു. അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അടച്ച് വെച്ച് ഒന്ന് നല്ലപോലെ കുറുകി വരണം. ഇതെല്ലാം കടന്ന് നല്ലപോലെ തിളച്ച് മിക്സായി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇടക്കൊന്ന് തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആ ശർക്കരപ്പാനിയും പുളിവെള്ളവും എരിവും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറ്റിച്ചെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് തുറന്ന് വെച്ച് വറ്റിച്ചെടുത്താൽ പുളിയിഞ്ചിക്ക് ദാ ഇതുപോലെ നല്ല കളറും നല്ല തിക്കായി നല്ല കുറുകി വരും. ഇനി നമുക്ക് കടുക് വറുക്കാം. കടായി വെച്ചു, വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. അതിലേക്ക് 3 വറ്റൽമുളക് ഇട്ട് നന്നായി മൂത്ത് വന്നപ്പോൾ പുളിയിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുത്തു. ദാ നോക്കിയേ, നമ്മുടെ പുളിയിഞ്ചി നല്ലപോലെ കുറുകി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് സർവ് ചെയ്യാം. നോക്കിയേ, നമ്മുടെ ഓണസദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡിൽ വാഴയിലയിൽ ഈ പുളിയിഞ്ചി ഇങ്ങനെ വിളമ്പുമ്പോൾ ആഹാ, മനസ്സിന് എന്താ സന്തോഷം അല്ലേ? അപ്പൊ എന്തായാലും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ അടുത്ത റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ടാറ്റാ.